ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഗൂഗിളും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരസ്യമുണ്ട്, നമ്മുടെ ഗർ സോപ്പിന്റെ പരസ്യം. ഇത് കണ്ട് 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 എനിക്കും വാങ്ങണം തോന്നി. വാങ്ങണം എന്ന് തോന്നി ഞാൻ വാങ്ങി ഏകദേശം ഇപ്പൊ 2-2.5 മാസം കറക്റ്റായിട്ട് യൂസ് ചെയ്തു. ഡെയിലി ഇത് ഉപയോഗിച്ചാൽ കുളിച്ചത്. ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പം ഇപ്പൊ എന്നെ കാണുന്നവർ പറയുന്നുണ്ട് നല്ല കളർ വെച്ചിട്ടുണ്ട്. ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടാൻ റിമൂവ് ആവും, പിന്നെ സ്കിൻ സോഫ്റ്റ് ആവും എന്നുള്ളതാണ്. അത് രണ്ടും കറക്റ്റാണ്. ഇത് രണ്ടും എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകും. അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഗോഡ് മിൽക്കും സാഫ്രോണും സാൻഡൽവുഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കെമിക്കലുകളൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് വേഗം അലിഞ്ഞു പോകും. സാധാരണ സോപ്പ് യൂസ് ചെയ്യും പോലെ സോപ്പ് തട്ടിൽ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്ത് പോരുത്. കാരണം വേറെ ഒരാൾ കുളിക്കുമ്പോൾ അതിലേക്ക് പിന്നെയും വെള്ളം വീഴുകയാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന്, അതായത് ഒരു 10 ദിവസമൊക്കെ കിട്ടുള്ളൂ ആ സോപ്പ്. പക്ഷേ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 15-20 ദിവസം വരെ ഒരു സോപ്പ് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ ഓഫറിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 160 രൂപ വരെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ 2 ഭാഗം ഉണ്ടെന്ന് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇതിന് ഡ്രൈ ഭാഗം ഉണ്ട്, അതായത് സ്ക്രബ്ബറാണ്. ശരിക്കും നല്ല സ്ക്രബ് ആയിട്ടുള്ള ഭാഗമാണ് ഒരു ഭാഗം, നല്ല ഇപ്പുറത്തെ സൈഡ് സ്മൂത്ത് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ഈ സ്ക്രബ് ഭാഗം വെച്ചിട്ട് ഒരിക്കലും മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അത് അവർ നമുക്ക് പ്രൊഡക്റ്റ് തരുമ്പോൾ ആ ബോക്സിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇത് ഡയറക്റ്റ് മുഖത്ത് യൂസ് ചെയ്യരുത് എന്നുള്ളത്. മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് മുറിവുകൾ ഉണ്ടാവും. നമ്മൾ കയ്യിൽ ആക്കിയതിന് ശേഷം മുഖത്ത് വാഷ് ചെയ്യാം, അങ്ങനെ ചെയ്യാവുള്ളൂ. ബാക്കി ബോഡിയിൽ എവിടെയും ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതിന് നല്ല സ്മെല്ലുണ്ടെന്നാണ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത്. ഇത് ജസ്റ്റ് മണക്കുമ്പോൾ സ്മെല്ലുണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് സ്പ്രേ അടിച്ച പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അങ്ങനെയൊന്നും നമുക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു മണമൊന്നുമില്ല. നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്മെല്ല് അത്ര തന്നെയുള്ളൂ. ടോട്ടലി ഈ സോപ്പ് നല്ല റിസൾട്ട് ഉണ്ട്. സ്കിന്ന് സോഫ്റ്റ് ആവുന്നുണ്ട്. ടാൻ മാത്രമല്ല, ഡാർക്ക് സ്പോട്ട്സും റിമൂവ് ആവുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്ത് ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നല്ലോണം സ്കിന്നിൽ അത് മങ്ങി വരുന്നുണ്ട്. ഇതിന്റെ മെഡിക്കൽ സൈഡ് എനിക്കറിയില്ല, പക്ഷെ ടോട്ടലി നല്ലൊരു സോപ്പാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ തോന്നുന്നു. ഇതിപ്പോൾ എനിക്കിത് മാറ്റി വെക്കാൻ പറ്റാത്തൊരു സാധനമായി മാറി. പിന്നെ ഇത് തേച്ചാൽ വെളുക്കും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം വെളുക്കല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ യഥാർത്ഥ കളർ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഒരു 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ ഉണ്ടാവുന്നതാണ് ഡാർക്ക് സ്പോട്ട്സ്. അപ്പൊ അത് നല്ലോണം റിമൂവ് ആവുന്നുണ്ട്. അപ്പോൾ വേണ്ടുന്നവർക്ക് ഞാൻ ഈ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. കാരണം ഓൾറെഡി പരസ്യങ്ങളിലൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കറക്റ്റായിട്ടൊരു റിവ്യൂ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും അതൊരു പെയ്ഡ് പ്രൊമോഷന്റെ പേരിലൊക്കെ ചെയ്യുന്നതാണ്. ഒരിക്കലും പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇത് എൻ്റെ മാത്രം സ്വന്തം റിവ്യൂ ആണ്. അപ്പോൾ ടാൻ റിമൂവ് ആവാനും സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാനും ഉപയോഗിക്കാൻ പറ്റിയ സോപ്പാണ്. ഉപയോഗിച്ചാൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു.